കടന്നുപോയ വല്യച്ഛൻ. കടന്നുപോയ വല്യച്ഛൻ എന്ന സംജ്ഞയോടെ ഈ അനുസ്മരണക്കുറിപ്പ് എഴുതുവാൻ ഞാൻ ഉദ്യമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചല്ല. മരണം എന്നേക്കുമുള്ള ഒരു കടന്നുപോകലാണല്ലോ. വഴിയാത്രയ്ക്കിടയിൽ അപരിചിതനായ ഒരുവൻ എമ്മാവൂസിലേക്ക് നടന്നുപോയവരോട് ഒത്തുചേർന്ന് നടന്നപ്പോൾ അവരുടെ ഹൃദയത്തിലൂടെ പലതും കടന്നുപോയി. ജീവിതം പങ്കിട്ട് കടന്നുപോയവൻ്റെ മരണത്തെക്കുറിച്ചും കടന്നുവരുന്ന പ്രത്യാശയുടെ കിരണങ്ങളെക്കുറിച്ചും അനുസ്മരിച്ച് അവരത് അവനുമായി പങ്കുവച്ചു. അതെല്ലാം കേട്ടുകൊണ്ട് ഒപ്പം നടന്നവൻ അവരുടെ നാഥനായ യേശു തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവരുടെ ഹൃദയം അത് തിരിച്ചറിഞ്ഞു. അത് ജ്വലിച്ചു തുടങ്ങി. കടന്നുപോകലിന് ശേഷം അവശേഷിക്കുന്ന ചാരത്തിനടിയിൽ ഊതിക്കത്തിക്കാവുന്ന അഗ്നിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ നിമിഷങ്ങളിൽ അവരുടെ ഹൃദയവികാരങ്ങൾ. വഴിയാത്രയുടെ അവസാനത്തിൽ അവരതിന് ദൃക്സാക്ഷികളായി. ഇവിടെ കടന്നുപോകലെന്ന വാക്കിന് മരണത്തിനും അപ്പുറത്തേക്കുള്ള കടന്നുപോകലെന്ന അർത്ഥസൂചനയാണുള്ളത്. ഉയർപ്പ് എന്നോ പുതു സാന്നിധ്യമെന്നോ തുടർ സാന്നിധ്യമെന്നോ അതിനെ വിളിക്കാം. വല്യച്ഛനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ സഞ്ചരിക്കുന്നത് ആ വഴിയെയാണ്. നമ്മിൽ പലരുടെയും ജീവിതത്തിൻ്റെ പാതയിലൂടെ, അതുപോലെ സഭയെന്ന പാതയിലൂടെ നമുക്കൊപ്പം അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെന്നും തുടർന്നും നമ്മോടൊപ്പം നടന്നു നീങ്ങുന്നുവെന്നും കാണുവാൻ ഭാവന എന്നെ പ്രേരിപ്പിക്കുന്നു. ആരൊക്കെയോ നമ്മോടൊപ്പം നടന്നു നീങ്ങുന്നു എന്നതാണ് സാന്നിധ്യാനുഭവം. ആ തുടർ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതാണ് അനുസ്മരണം. അനുസ്മരണം എന്ന വാക്കിലൂടെ വെളിവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സാന്നിധ്യാനുഭവമാണ്. ഉള്ളിലാണ് നമ്മൾ അതനുഭവിക്കുന്നത്. അനുസ്മരണത്തിൻ്റെ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. അതുകൊണ്ടാണ് ആരെക്കുറിച്ചെങ്കിലും അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയം ജ്വലിക്കുന്നത്. വല്യച്ഛനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോഴും അതുതന്നെയല്ലേ നമ്മിലും സംഭവിക്കുന്നത്. നാളെ കഴിഞ്ഞ്, അതായത് ഒക്ടോബർ 4-ാം തീയതി വല്യച്ഛൻ്റെ കടന്നുപോകലിൻ്റെ 49-ാം വർഷമാണ്. അതോടെ നമ്മൾ അനുസ്മരണത്തിൻ്റെ 50-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിൽ അദ്ദേഹം ഒപ്പം നടന്ന വർഷങ്ങളിലൂടെ നമ്മിലുളവായ സാന്നിധ്യാനുഭവം മറവിയുടെ ചാരം നീക്കി അതിനടിയിൽ ജ്വലിക്കുന്ന കനൽ കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് ഇത്. ഓർമ്മകളെ ഉണർത്തി ഹൃദയത്തെ ജലിപ്പിക്കുവാനുള്ള പരിശ്രമം. എൻ്റെ തന്നെ ജീവിതത്തിൽ 16 വർഷങ്ങൾ നീളുന്നതാണ് അദ്ദേഹം ഈ ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വർഷങ്ങൾ. പിന്നെ അദ്ദേഹം കടന്നുപോയി. ഞാനോ വഴിയാത്ര തുടരുന്നു. അദ്ദേഹം ഇപ്പോഴും കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് ഈ അനുസ്മരണം. കഴിഞ്ഞുപോയ വർഷങ്ങൾ നിക്ഷേപിച്ച മറവിയുടെ ചാരം ഊതി മാറ്റണം. അപ്പോൾ എന്നിൽ അവശേഷിക്കുന്ന സാന്നിധ്യാനുഭവമാണ് ഈ അനുസ്മരണത്തിൻ്റെ ഉള്ളടക്കം. കടന്നുപോകാത്ത ഒരു സാന്നിധ്യമെന്ന് പറയുന്നത് നിത്യതയുടെ അനുഭവമാണ്. എമ്മാവൂസിൽ വെച്ച് അപരിചിതൻ അപ്പം മുറിച്ചപ്പോൾ മുറിക്കപ്പെട്ട അപ്പക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും തുറക്കപ്പെട്ട കല്ലറയിൽ നിന്നെന്ന പോലെ ഉചിതൻ പുറത്തു വന്നു. ഒരു നിമിഷത്തേക്ക് അവരുടെ ഹൃദയത്തിൽ അവിടുത്തെ സാന്നിധ്യാനുഭവം നിക്ഷേപിച്ചിട്ട് അവിടുന്ന് കടന്നുപോയി. അത് ക്രിസ്തു ശിഷ്യന്മാർ ഹൃദയത്തിൽ അനുഭവിച്ചു. അത് അവർക്ക് അവിടുത്തെ ഉത്ഥാനാനുഭവമായി. ഇന്നത്തെ ഈ അനുസ്മരണവും അപ്പം മുറിച്ച് പങ്കുവയ്ക്കുന്നത് പോലെയാണ്. വല്യച്ഛനെക്കുറിച്ചുള്ള അനുസ്മരണവും അങ്ങനെ ഒരു സാന്നിധ്യാനുഭവമാകണം. എൻ്റെ അലമാരിയിൽ വല്യച്ഛനെക്കുറിച്ചും വല്യച്ഛൻ്റേതായും ഉള്ള ഒരു ഡസനിലധികം പുസ്തകങ്ങളുണ്ട്. ഇന്ന് രാവിലെ അവ പുറത്തെടുത്ത് പൊടി തട്ടി മേശയിൽ നിരത്തി വെച്ചു. അനുസ്മരണത്തിൻ്റെ ഭാഗമായി ചിലതൊക്കെ മറിച്ചു നോക്കി. അച്ഛനെ അനുസ്മരിച്ച പലരെയും അവിടെ കണ്ടെത്തി. അവരുടെ ഇടയിൽ ഞാനുമുണ്ട്. ഏതാനും കൃതികളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വല്യച്ഛൻ്റെ ജീവിതം. അവയിലെല്ലാം ഞാൻ കാണുന്നത് ഒരു ഒളിഞ്ഞു നോട്ടവും എത്തിനോട്ടവും മാത്രമാണ്. അവയ്ക്കിടയിലൂടെ ഇനിയും ഒരപരിചിതനെപ്പോലെ നമ്മോടൊപ്പം നടന്നു തുടരുന്ന വല്യച്ഛനെ തിരിച്ചറിയുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വ്യക്തിപരമായി ഉള്ളിൽ അനുഭവിക്കണം. ലോകത്തോളം വിശാലമാണ് നമ്മുടെ ഹൃദയം. ഹൃദയം പോലെ വിശാലമായിരിക്കുന്നതാണ് സഭ. അവിടെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുനാഥൻ്റെയും ചെറുപുഷ്പത്തിൻ്റെയും ചൈതന്യത്തോട് തൻ്റെ തന്നെ ആന്തരിക ചൈതന്യത്തെ കൂട്ടിച്ചേർത്ത ആ മഹാത്മാവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം അവാച്യമായ ഒരു അനുഭവമാണ്. അതിന് പേരില്ല, എങ്കിലും അത് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യാനുഭവമാണ്. അതൊരു പ്രേരണാശക്തിയാണ്. അതൊരു ദിശാബോധമാണ്. ആത്മവ്യക്തിയുടെ അനുഭവമാണത്. അതാണ് സഭ. അതാണ് സഭയിലൂടെ ഇന്നും തുടരുന്ന ആ പിതാവിൻ്റെ സാന്നിധ്യം. വിശുദ്ധ കൊച്ചറേസ്യ പറഞ്ഞതുപോലെ ഈ സഭാസമൂഹത്തിൽ വല്യച്ഛൻ്റെ സാന്നിധ്യത്തിനും സ്നേഹം എന്ന് പേര് കൊടുക്കാം.
അവൾ പറഞ്ഞു, സഭയിൽ ഞാൻ സ്നേഹമായിരിക്കും. സമർപ്പിതമായ ഒരു ജീവിതം സ്വയം അർപ്പിക്കുന്നത് സ്നേഹത്തിനാണ്. സ്നേഹത്തിൽ ജീവിതത്തിൻ്റെ പങ്കുവയ്ക്കലുണ്ട്. പങ്കുവയ്ക്കുമ്പോൾ മുറിക്കപ്പെടുന്നതിൻ്റെ വേദനയുണ്ട്. വേർപാടിൻ്റെയും വേർതിരിയലിൻ്റെയും അനുഭവമുണ്ട്. പിടിച്ചു നിൽക്കുവാനുള്ള നിശ്ചയദാർഢ്യവും പോരാട്ടവുമുണ്ട്. അതിൽ ജീവിതം തന്നെ മറ്റൊന്നിൻ്റെ ഭാഗമാകുന്ന അനുഭവമുണ്ട്. തനതായ ജീവിതത്തിൻ്റെ തനിമയുള്ള അവസ്ഥയെ അഴിയാൻ അനുവദിക്കുന്ന അർപ്പണമാണത്. അതിലാണ് മരണം, അതിലൂടെയാണ് പുതുജീവൻ, അതാണ് സ്നേഹത്തിലൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. നിലത്ത് വീണഴിയുന്ന ഒരു നെന്മണി പോലെ അസ്തിത്വത്തിൻ്റെ ആഭരണങ്ങളെ അഴിച്ചുമാറ്റി മണ്ണിൽ അത് അഴിയാൻ അനുവദിക്കുമ്പോൾ അനേകരിലൂടെ അനേകമായിത്തീരുന്ന പുതുജീവനായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതാണ് ഇന്നും തുടർന്നും വല്യച്ഛൻ്റെ സാന്നിധ്യം പകരുന്ന സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാഴ്ചക്കാരുടെയും വിമർശകരുടെയും അകലെ നിന്നുള്ള വീക്ഷണത്തിലല്ല അദ്ദേഹത്തെ സഭയിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. മറിച്ച് ഒരു സമർപ്പിത സാന്നിധ്യമായിട്ടാണ്, ഇന്നും തുടരുന്ന ഒരു പ്രചോദനമായിട്ടാണ്, തനിമയുള്ള സ്വയാവിഷ്കരണത്തിൻ്റെ സാധ്യതയായിട്ടാണ്, പുതിയ തുടക്കങ്ങൾക്കുള്ള പ്രചോദനമായിട്ടാണ്. ഒരാളുടെ അനുസ്മരണം തിരുനാളായി നമ്മൾ കൊണ്ടാടുന്നത് അയാൾ വിശുദ്ധനായി അല്ലെങ്കിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാൾ അവളുടെ അനുസ്മരണ ദിവസത്തിൽ ആഘോഷിക്കുന്നത്. എന്നാൽ ഈ കാനോനിക പരിധി വിട്ട് വല്യച്ഛൻ്റെ അനുസ്മരണ ദിനം തിരുനാൾ പോലെ നമുക്ക് ആഘോഷിച്ചുകൂടെ? നമ്മുടെ സഭയിൽ നമ്മൾ അനുഭവിക്കുന്ന പിതൃത്വത്തിൻ്റെ സാന്നിധ്യം ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുത്തതുകൊണ്ടോ വല്യച്ഛൻ്റെ കല്ലറയിങ്കൽ പോയി ബലിയർപ്പിച്ചതുകൊണ്ടോ മാത്രം ഒരനുസ്മരണവും ആഘോഷവും ആകുന്നില്ല. നാം ആയിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഇടങ്ങളിലും അതൊരു ആഘോഷമായി വളരണം. അവിടെ നമ്മെ സ്പർശിച്ച അനുഭവങ്ങളെ നമ്മൾ പങ്കുവയ്ക്കണം. ഉൾക്കൊണ്ട ഉൾക്കാഴ്ചകളെ നമ്മൾ വെളിപ്പെടുത്തണം. പഴയവയിലേക്ക് പിന്തിരിയുന്നതിന് പകരം പുതിയവയിലേക്കുള്ള പ്രചോദനം ആ പിതൃസാന്നിധ്യത്തിൽ നിന്നും തേടണം. സഭയുടെ അരൂപിയെയും ചൈതന്യത്തെയും വീണ്ടും വീണ്ടും വിശകലനം ചെയ്ത് അവയെ നിയമപരിധിയിൽ ഒതുക്കുന്നതിന് പകരം ഉൾപ്രേരണയായി അവയെ കണ്ടെത്തുവാനും പുനർനിർവചനം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കണം. വല്യച്ഛനിലൂടെ നമുക്ക് ലഭിച്ച ചെറുപുഷ്പ സ്നേഹമാണ് സഭയെ നയിക്കുന്നത്. കൊച്ചു ത്രേസ്യായുടെ വിശുദ്ധ പ്രഖ്യാപനത്തിന് 100 വർഷമാണിത്. അതിൻ്റെ 100ാം വർഷമാണിത്. അവളുടെ നാമകരണത്തോടനുബന്ധിച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് മൂക്കുന്നൂർ അവൾക്ക് വേണ്ടി വല്യച്ഛനൊരു ഗ്രോട്ടോ സ്ഥാപിച്ചു. അവിടേക്ക് ജനങ്ങൾ ഓടിക്കൂടി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ഒരു ആരാധ്യമായ ഇടം അദ്ദേഹം വിശുദ്ധയ്ക്ക് വേണ്ടി നീക്കിവെച്ചു. അങ്ങനെയാണ് ചെറുപുഷ്പ സന്യാസ സഭാദർശനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സും ഭാവനയും വളർന്നത്. പിന്നെ കൊച്ചു ത്രേസ്യായുടെയും വല്യച്ഛൻ്റെയും ആത്മീയ ചൈതന്യം ഒരരുവി പോലെ ഒന്നിച്ചൊഴുകി. അതാണ് സഭയുടെ ആരംഭമായി നമ്മൾ അനുസ്മരിക്കേണ്ടത്. അടിസ്ഥാനപരമായ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്നും അകന്ന് നമ്മുടെ സഭയുൾപ്പെടെ മിക്ക സഭകളും സ്ഥാപനവൽക്കരണത്തിലൂടെ വളരുവാനും സ്വയം വെളിപ്പെടുത്തുവാനും പരിശ്രമിക്കുമ്പോൾ ആദ്യ ദർശനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് സമയമായി എന്ന ഉൾക്കാഴ്ചയ്ക്കും ഇവിടെ ഇടമുണ്ടാകണം. ഇതുവരെയുള്ളതൊന്നും തള്ളിക്കളഞ്ഞും ഉപേക്ഷിച്ചുമാകണമെന്നില്ല. പുതിയവ നാമ്പെടുക്കുവാൻ അനുവദിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ വളർച്ചയുടെ പുതിയ മാനങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഗ്രാമങ്ങളെയും കാർഷിക മേഖലകളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയും സഭയുടെ സജീവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതാകുകയില്ല. പ്രകൃതിയാണ് ആദ്യ പറുദീസ. അതുതന്നെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയിത്തീരുന്നതെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഏവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഭവനമാണ് ഈ ലോകമെന്ന പരിസ്ഥിതി ദർശനത്തിന് ഊന്നൽ കൊടുക്കുവാനുള്ള പ്രചോദനവും വല്യച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും ചര്യയിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളണം. അതോട് ചേർന്ന് പോകുന്നതാണ് വല്യച്ഛൻ മാതൃകയായി എടുത്തിരുന്ന ഗാന്ധി ദർശനം. ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ അതും ഞാൻ അനുസ്മരിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമായ ഒക്ടോബർ 4-നാണ് വല്യച്ഛൻ ബസേലിയൂസ് അച്ഛൻ അദ്ദേഹം സ്നേഹിച്ച ഈ മണ്ണിനോടും പ്രകൃതിയോടും വിടപറഞ്ഞ് പുതിയ പറുദീസായിലേക്ക് കുടിയേറിയത്. പ്രകൃതിയെയും മണ്ണിനെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ച് ആകാശത്തിലേക്ക് നോക്കി ധ്യാനിച്ച് സൂര്യഗീതം ആലപിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വല്യച്ഛന് പ്രിയങ്കരനായിരുന്നു. ആ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസമാണ് വല്യച്ഛൻ നിത്യപറുദീസയിലേക്ക് കടന്നുപോയത്. ആ വിശുദ്ധനെയും ഇവിടെ നമുക്ക് അനുസ്മരിക്കാം.
വല്യച്ഛനെക്കുറിച്ചുള്ള എൻ്റെ അനുസ്മരണ യാത്രയ്ക്ക് തൽക്കാലം വിരാമമിടട്ടെ. ഏവർക്കും വല്യച്ഛൻ്റെ അനുസ്മരണത്തിൻ്റെ അനുഗ്രഹ നിമിഷങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.